ഹലോ ഡിയേഴ്സ്, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നമ്മളെ ബാംഗ്ലൂരിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാം. അപ്പോൾ നാളെയും കൂടിയേ നമ്മൾ ബാംഗ്ലൂരുള്ളൂ. ഞായറാഴ്ച നമ്മൾ രാത്രി പോവാണ്. അപ്പോൾ ഇത് ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ്. ഇത് കാണുമ്പോഴേക്ക് ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ ഒരു 9:30 ആകുമ്പോഴാണ് എണീക്കുന്നത്. നേരത്തെ എണീറ്റിട്ട് ചെയ്യാനൊന്നും ഇല്ലല്ലോ. അപ്പം മോന് വർക്ക് ചെയ്യുന്നത് ഒരു 10 മണിക്കാണ്. അപ്പോൾ ആ ഒരു സമയം നോക്കിയിട്ടാണ് ഞാനും എണീക്കുന്നത്. അവനിപ്പം വർക്ക് ഫ്രം ഹോമാണ്. അപ്പം ചായ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ പാല് ഫ്രീസറിൽ നല്ല കട്ടിയായിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സുലൈമാനി ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ജനലും അത് നോക്കി കഴിയുമ്പോൾ മോൻ്റെ കോളേജ് കാണാൻ പറ്റും. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലാണ് മോൻ PG ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം കോഴ്സൊക്കെ കഴിഞ്ഞ് ആൾ വർക്ക് ചെയ്യാണ്. ഇതാണ് ആ കോളേജ്. അപ്പം ഞാനത് അവിടെ ഇരുന്നിട്ട് കട്ടൻ ചായ കുടിക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് രാവിലെ ഊത്തപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചാൽ കുറച്ച് ദോശമാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോൾ വാങ്ങിച്ചാൽ മോൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കില്ല, അവൻ ചായ മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ ലഞ്ചാണ് കഴിക്കുന്നത്. അപ്പോൾ അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വെച്ചൊന്നാൽ നമുക്ക് ഊത്തപ്പം ഉണ്ടാക്കാം. അപ്പോൾ ആറ് നല്ല പുതച്ചു മൂടി കിടന്നുറങ്ങും. നല്ല ഉറങ്ങാൻ പറ്റിയ ക്ലൈമറ്റാണ് ബാംഗ്ലൂർ ഇപ്പോൾ. അപ്പോൾ ഞാൻ എനിക്കുള്ള ഒരു ഊത്തപ്പം ഉണ്ടാക്കി ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചു. 12:30 ആയപ്പോഴാണ് പാറു എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്കൂൾ അടച്ചതിന് ശേഷം അങ്ങനെ തന്നെയാണ്, നാട്ടിൽ നിന്നായാലും അങ്ങനെ തന്നെയാണ്. ഞാൻ വീടൊക്കെ ഒന്ന് നന്നായിട്ട് അടിച്ച് വാരി ഒന്ന് തുടച്ചൊക്കെ കൊടുത്തു. കാരണം നാളെ നമ്മൾ പോവാണല്ലോ, അപ്പോൾ മോനൊറ്റക്ക് വേണമല്ലോ ഇതെല്ലാം ക്ലീൻ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചെല്ലാം ക്ലീൻ ചെയ്തിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ റൂമൊക്കെ അടിച്ച് വാരി തുടച്ചു, ബാത്റൂമൊക്കെ കഴുകിയിട്ടു, ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ക്ലീനാക്കി. ആൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചക്ക് പരിപ്പ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചോറ് ഞാൻ കുക്കറിൽ അരി ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മോന് ചില്ലി ചിക്കൻ വേണമെന്ന് പറഞ്ഞ് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചില്ലി ചിക്കനും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പം തന്നെ ഏകദേശം സമയം കുറച്ച് ലേറ്റായി. ഞാൻ പുറത്ത് പോയിട്ട് കഴിക്കാമെന്ന് വെച്ചാൽ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞാനും പാറും കൂടെ മെല്ലെ ഒന്ന് പുറത്തേക്ക് പോകുന്നത് വെച്ചാൽ വീട്ടിലിരുന്ന് ബോറടിച്ചു. മോന് വരാൻ പറ്റില്ല, അവന് വർക്ക് ഉണ്ട്. അപ്പോൾ ഞാനും പാറും കൂടെ ഒറ്റക്കാണ് പോകുന്നത്. ഇവിടെ ഒരു ചിറ്റ്പെട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ലോക്കൽ മാർക്കറ്റ് ഉണ്ട്. ഞാൻ ഒന്ന് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം നല്ല വലിയൊരു മാർക്കറ്റാണ്, ഒരു ലോക്കൽ മാർക്കറ്റാണെന്നാണ് കണ്ടത്. അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചു. ഞാൻ വോയിസ് കൊടുത്താൽ പക്ഷേ ഭയങ്കര ഡിസ്റ്റർബൻസ് കാരണം ഞാനത് ഒഴിവാക്കിയിട്ട് ഞാൻ സൗണ്ട് കൊടുത്തതാട്ടോ, വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. അങ്ങനെ ഞാനും പാറും കൂടെ ഒരു ഊബർ ടാക്സി പിടിച്ച് നേരെ മാർക്കറ്റിലേക്ക് പോയി. ഞാൻ ശരിക്കും എനിക്ക് തീരെ ഇഷ്ടമായില്ല ഈ ഒരു മാർക്കറ്റ്. നല്ല സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട്, ഹോൾസെയിൽ മാർക്കറ്റാണ്. പക്ഷേ ആ ഒരു എന്താ പറയുക, ആ ഒരു മാർക്കറ്റിൻ്റെ ആ ഒരു അന്തരീക്ഷം എനിക്ക് തീരെ പിടിച്ചില്ല. ഭയങ്കര ഒച്ചപ്പാടും ബഹളവും എന്ന് പറഞ്ഞാൽ തലവേദന എടുത്തു ഈ ഹോണടിയൊക്കെ കേട്ട്. ഞാൻ ഒരുപാട് സമയം അവിടെ നിന്നില്ല, പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആയി. കാരണം എനിക്കിങ്ങനെ ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് ഷോപ്പ് ചെയ്യുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് പറ്റാത്ത കാരണം ഞാൻ പറഞ്ഞുകൊണ്ടിപ്പം നമുക്ക് വേഗം പോകാമെന്ന് പറഞ്ഞു. കാരണം വേറെ ഒന്നും വാങ്ങിക്കാനില്ല, എല്ലാം ഹോൾസെയിലായിട്ട് വെക്കുന്ന കടകളാണ് ഒരുപാടുള്ളത്. അങ്ങനെയുള്ളവർക്ക് ഒരുപാട് ഉപകാരപ്പെടും. അങ്ങനെ എങ്ങനെയോ ഞങ്ങൾ പുറത്തിറങ്ങി. ഓട്ടോ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരു ഊബർ എങ്ങനെയോ സംഘടിപ്പിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.